നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. തെന്നിന്ത്യയിൽ ഇപ്പോഴും നിറയെ ആരാധകരുള്ള താരമാണ് തൃഷ. സഹനടിയായി തന്റെ അഭിനയ ജീവിതം തുടങ്ങിയ തൃഷയ്ക്ക് മുൻനിര നായികയായി ഉയരാൻ അധികം കാലതാമസമൊന്നും തന്നെ വേണ്ടി വന്നില്ലായിരുന്നു. എന്നാൽ ഇപ്പോഴും സിംഗിളായി തുടരുന്ന തൃഷ എന്താണ് തൃഷ വിവാഹം ചെയ്യാത്തതെന്ന് ആരാധകർ ചോദിക്കാറുണ്ട്. പലപ്പോഴും ഗോസിപ്പ് കോളങ്ങളിലും തൃഷയുടെ പേര് നിറഞ്ഞു നിൽക്കാറുണ്ട്. കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ പൊന്നിയിൻ സെൽവൻ എന്ന സിനിമയുടെ വിജയത്തിന് ശേഷം നിരവധി സിനിമകളാണ് തൃഷയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അജിത്തിനൊപ്പം കമലിനൊപ്പം തഗ് ലൈഫ്, ചിരഞ്ജീവിക്കൊപ്പം വിശ്വംഭരം, മോഹൻലാലിനൊപ്പം റാം തുടങ്ങി 4 ഭാഷകളുടെ സൂപ്പർ താരങ്ങളുടെ സിനിമകളാണ് ഇനി തൃഷയുടേതായി വരാനിരിക്കുന്നത്. മാത്രമല്ല, വിജയ്ക്കൊപ്പം ലിയോ എന്ന ചിത്രത്തിലൂടെ ഗംഭീര പ്രകടനവും നടി കാഴ്ചവെച്ചിരുന്നു. വർഷങ്ങളായി സിനിമയിൽ സജീവമാണെങ്കിലും തൃഷ ഇനിയും ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കാത്തതാണ് ആരാധകരെ നിരാശരാക്കുന്നത്. മുൻപ് ചില നടന്മാരുമായി നടി പ്രണയത്തിലായെന്ന തരത്തിൽ കിംവദന്തികൾ വന്നെങ്കിലും അതൊന്നും വിവാഹ ജീവിതത്തിലേക്ക് എത്തിയില്ല. എന്നാൽ ഇടയ്ക്ക് വിവാഹം കഴിക്കാൻ തീരുമാനിച്ച നടിയുടെ വിവാഹ നിശ്ചയം നടന്നെങ്കിലും അതും മുടങ്ങി പോവുകയായിരുന്നു. 2015 ബിസിനസ്സുകാരനായ വരുൺ മണിയനുമായി നടി തൃഷയുടെ വിവാഹ നിശ്ചയം നടത്തുന്നത്. അന്ന് വലിയ ആഘോഷമാക്കി കുടുംബാംഗങ്ങളുടെ സാന്നിധ്യത്തിൽ നടത്തിയ ഇരുവരുടെയും നിശ്ചയത്തിന്റെ ചിത്രങ്ങൾ ഇന്റർനെറ്റിൽ വൈറലായിരുന്നു. പക്ഷേ ഇവർക്കിടയിൽ പിന്നീടുണ്ടായ പ്രശ്നം എന്താണെന്ന് അറിയില്ലെങ്കിലും താരങ്ങൾ വളരെ പെട്ടെന്ന് വേർപിരിഞ്ഞു. അങ്ങനെ നടിയുടെ വിവാഹവും മുടങ്ങി. പിന്നീട് പലപ്പോഴും തൃഷയുടെ വിവാഹ കാര്യം ചർച്ചയാവാറുണ്ടെങ്കിലും ഇപ്പോഴും അവിവാഹിതയായി തുടരുകയാണ് നടി. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന മറ്റ് ചില റിപ്പോർട്ടുകളിൽ നടിയുടെ മുൻവരനെ പറ്റിയുള്ള കാര്യങ്ങളാണുള്ളത്. ഒരിക്കൽ തൃഷയെ വിവാഹം കഴിക്കാനൊരുങ്ങിയ വരുൺ മണിയൻ വിവാഹിതനാവാൻ പോവുകയാണ്. വരുൺ പ്രശസ്ത നടി ബിന്ദു മാധവിയുമായി ഡേറ്റിംഗിലാണെന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു. ഇതേക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയവേ ഞങ്ങൾ ഇരുവരും ഡേറ്റിംഗിലാണെന്ന് ബിന്ദു മാധവി സ്ഥിരീകരിച്ചിരിക്കുകയാണ്. വരുൺ തൃഷയുമായുള്ള ബന്ധം വേർപ്പെടുത്തിയതിനു ശേഷമാണ് ഞങ്ങൾ ഇരുവരും ഡേറ്റിംഗ് ആരംഭിച്ചത്. അല്ലാതെ അദ്ദേഹവും തൃഷയുമായി ബന്ധത്തിലായിരിക്കുമ്പോൾ ഞങ്ങൾക്കിടയിൽ യാതൊരു ബന്ധവും ഇല്ലായിരുന്നു എന്നും ബിന്ദു പറഞ്ഞു. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഈ വാർത്തകൾ പ്രചരിക്കാറുണ്ടെങ്കിലും ഔദ്യോഗികമായ സ്ഥിരീകരണം വന്നത് ഇപ്പോഴാണ്. തമിഴ് താരമെന്ന് അറിയപ്പെടുമ്പോഴും മലയാളി ബന്ധം കൂടിയുണ്ട് തൃഷയ്ക്ക്. പാലക്കാട്ടെ അയ്യർ ഫാമിലിയാണ് തൃഷയുടെ മാതാപിതാക്കൾ ജനിച്ചു വളർന്നത്. തൃഷയുടെ അച്ഛൻ കൃഷ്ണനും അമ്മ ഉമയും ഏറെ നാൾ ജീവിച്ചത് പാലക്കാട്ടെ കാൽപ്പാത്തിയിലാണ്. പിന്നീടാണ് ഇവർ ചെന്നൈയിലേക്ക് താമസം മാറിയത്. പ്രിയദർശനാണ് ആദ്യമായി തൃഷയെ സിനിമയിലേക്ക് പരിചയപ്പെടുത്തുന്നത്. പ്രിയദർശന്റെ ലേസ ലേസ എന്ന ചിത്രത്തിന് വേണ്ടിയാണ് തൃഷ ആദ്യമായി കരാർ ഒപ്പിടുന്നത്. എന്നാൽ പലവിധ കാരണങ്ങളാൽ ചിത്രം വൈകി പോവുകയായിരുന്നു. സൂര്യയെ നായകനാക്കി അമീർ സുൽത്താൻ സംവിധാനം ചെയ്ത മൗനം പേസിയതേ ആണ് റിലീസിനെത്തിയ ആദ്യ തൃഷ ചിത്രം. നിവിൻ പോളിയെ നായകനാക്കി ശ്യാമപ്രസാദ് സംവിധാനം ചെയ്ത ഹേയ് ജൂഡ് എന്ന ചിത്രത്തിലൂടെ മലയാളത്തിലും തൃഷ അരങ്ങേറ്റം കുറിച്ചു. ക്രിസ്റ്റൽ ആൻ എന്ന ആംഗോ ഇന്ത്യൻ കഥാപാത്രത്തെയാണ് തൃഷ ചിത്രത്തിൽ അവതരിപ്പിച്ചത്. ജോഡി എന്ന ചിത്രത്തിൽ ഒരു അതിഥി വേഷത്തിലാണ് തൃഷ ആദ്യമായി അഭിനയിച്ചത്. പിന്നീട് പ്രിയദർശൻ സംവിധാനം ചെയ്ത ലേസ ലേസ എന്ന ചിത്രത്തിൽ അഭിനയിച്ചു. സൂര്യയോടൊപ്പം അഭിനയിച്ച മൗനം പേസിയതേ എന്ന ചിത്രത്തിലൂടെയാണ് തൃഷ ശ്രദ്ധ നേടുന്നത്. വിക്രം നായകനായി അഭിനയിച്ച സാമി, വിജയ് നായകനായി അഭിനയിച്ച ഗില്ലി തുടങ്ങിയ ചിത്രങ്ങളും വിജയമായതോടെ തൃഷ മുൻനിര താരമായി മാറി. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.